അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി റളിയല്ലാഹു അമ്മാ ബഅദ്. യാ സയ്യിദൽ അബ്റാറി ഹുബ്ബുക ഫീ ദമി നഹറുൻ അലാ നഹ്വി സ്വബാബത്തി ജാരി ലക യാ റസൂലല്ലാഹി ഫീ അഅമാഖിന ഖിമമുൻ മിനൽ ഇജ്ലാലി വൽ ഇക്റാമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പറയാനും പഠിക്കാനും ജീവിതത്തോട് ചേർത്ത് നിർത്തി ഈമാനോട് ജീവിച്ച് ഈമാനോടെ മരണപ്പെടാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധമായ റമളാനിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന വിശ്വാസികൾ റമളാനിനെ കുറിച്ച് പഠിക്കുക, അറിയുക എന്ന താല്പര്യത്തിൽ എല്ലായിടത്തും റമളാൻ മുന്നൊരുക്ക സംഗമങ്ങൾ നടത്തിവരികയാണ്. മാട്ടൂൽ മൻഷയിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റമളാൻ മുന്നൊരുക്ക മജ്ലിസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും, വിശേഷിച്ച് സംഘാടകർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. റമളാനിനെ ഒരുപാട് കാര്യങ്ങൾ റമളാനിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. അതിൽ ഒറ്റൊരു ഏരിയ മാത്രം കുറഞ്ഞ സമയം കൊണ്ട് വിശദീകരിച്ച് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. നമുക്ക് അല്ലാഹുവിലേക്കുള്ള യാത്രയിൽ, നമ്മളെല്ലാവരും അല്ലാഹുവിലേക്കുള്ള യാത്രയിലാണ്. വഇന്നാ ഇലൈഹി റാജിഊൻ. ആര് മരിച്ചാലും ഞാനും അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇനി ഒരാളുടെ ഖബർ കണ്ടാൽ പള്ളി മൈതാനിയുടെ പരിസരത്തൂടെ പോയാലും വഇന്നാ ഇൻഷാ അല്ലാഹ് ബിക്കും ലാഹിഖൂൻ, നിങ്ങളോടൊപ്പം ഞാനും വരും എന്ന് തന്നെയാണ് പറയാറുള്ളത്. അങ്ങനെയാണ് നമ്മളെല്ലാവരും പറയുന്നത്. നമ്മൾ അല്ലാഹുവിലേക്ക് എത്തിച്ചേരേണ്ടവരാണ്. അല്ലാഹുവിലേക്കുള്ള യാത്രയിൽ നമുക്ക് അല്ലാഹുവിൻ്റെ പൊരുത്തം കിട്ടാതിരിക്കാൻ, ഏറ്റവും കൂടുതൽ നമ്മെ വഴികേടിലാക്കാൻ, തെറ്റിൻ്റെ വഴിയിൽ രസം പിടിപ്പിക്കാൻ ഏറ്റവും നന്നായി അധ്വാനിക്കുന്നത് ഇബ്ലീസാണ്. ആ ഇബ്ലീസിനെ കെട്ടിയിടുന്ന മാസമാണ് വിശുദ്ധ റമളാൻ. എന്താണ് ഈ ഇബ്ലീസിനെ കെട്ടിയിടുക എന്ന് പറയുന്നത്? റമളാനിൽ ഇബ്ലീസിനെ കെട്ടിയിടുന്നു എന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്താണ്? ഇബ്ലീസിനെ കെട്ടിയിട്ടത് കൊണ്ട് സംഭവിക്കുന്ന കാര്യം എന്താണ്? ഇബ്ലീസ് എന്താണ് ശരിക്കും മനുഷ്യനിൽ പ്രവർത്തിക്കുന്നത്? അവൻ്റെ വർക്ക് എന്താണ്? ഓരോരുത്തർക്കും ഓരോ വർക്ക് ഉണ്ടാവുമല്ലോ. ആ വർക്ക് എന്താണ്? ഇബ്ലീസിലെ വർക്ക് എന്താണ്? ഇബ്ലീസിന്റെ ചതിപ്രയോഗങ്ങൾ നമ്മൾ തിരിച്ചറിയണം, പഠിക്കണം. എന്താണ് ഇബ്ലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഇബ്ലീസിന്റെ ചെയ്തികളെക്കുറിച്ച്, ചതിപ്രയോഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ കെട്ടിയിട്ട മാസക്കാലത്ത് നമുക്കത് തിരിച്ചറിവിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ കാലത്തും ഇബ്ലീസിനെ നമുക്ക് കെട്ടിയിടാൻ പറ്റും. റമളാനിൽ മാത്രം കെട്ടിയിട്ടാൽ 11 മാസക്കാലം നമ്മൾ തെറ്റ് ചെയ്യൂലേ? റമളാൻ മാസക്കാലത്ത് കെട്ടിയിട്ട കാലത്ത് കെട്ടിയിടേണ്ട പണികൾ നമ്മൾ പഠിച്ചു വെച്ചാൽ, ആ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയാൽ എല്ലാ കാലത്തും നമുക്ക് ഇബ്ലീസിനെ കെട്ടിയിടാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ കാലത്തും ഇബ്ലീസിനെ കെട്ടിയിടണമെങ്കിൽ ഇബ്ലീസിന്റെ ചതിയെ, അയാളുടെ കുതന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയണം. എന്താണ് ഇബ്ലീസിന്റെ ചതി എന്ന് പറയുന്നത്? എന്താണ് ഇബ്ലീസിന്റെ പ്രശ്നം? ഇബ്ലീസിന്റെ പ്രശ്നം
വഅമ്മ ശൈത്വാനു ഫഅദാവതുഹു ലാ തഖ്ഫ അലൽ യഖ്ലാൻ. ഉണർന്നിരിക്കുന്ന ഒരാൾക്ക് ഇബ്ലീസ് ശത്രുവാണെന്ന് പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇബ്ലീസ് ശത്രുവാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും ഉറപ്പാണ്. അതറിയാത്തതായ ഒരാളും ലോകത്തില്ല. അങ്ങനെ ഇബ്ലീസ് ശത്രുവാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് വകൈഫ യുഖ്ബലുൽ അല്ലബീബു നസീഹതഹു, ബുദ്ധിമാനായ ഒരാൾ എങ്ങനെയാ ഇബ്ലീസിന്റെ ഉപദേശം സ്വീകരിക്കുക? ഒരാൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അയാൾ എങ്ങനെയാ ഇബ്ലീസിന്റെ ഉപദേശം സ്വീകരിക്കുക? ആം കൈഫ യഅമലുൽ ആഖിലു ഖദീഅതഹു, ബുദ്ധിമാനായ ഒരാൾ എങ്ങനെയാ ഇബ്ലീസ് എന്നെ ചതിക്കൂല എന്ന് വിശ്വസിച്ച് കോൺഫിഡൻസോടെ മുന്നോട്ട് പോകുക? നമ്മുടെ ഉപ്പാപ്പയായ ആദം നബി അലൈഹി ഇസ്ലാമിനോട് സത്യം ഇട്ടിട്ട് പഴം പറിച്ച് തിന്നാൻ വേണ്ടി പറഞ്ഞ ഒരു പ്രയോഗം തന്നെ എന്താണെന്നറിയോ? ഞാൻ നിങ്ങൾക്ക് ഹൈർ ഉദ്ദേശിച്ചിട്ട് പറയുന്നതാണ്, നിങ്ങളെ ഉപകാരത്തിന് വേണ്ടി പറയുന്നതാണ് എന്നാ പറഞ്ഞത്. സത്യം ചെയ്തിട്ട് ആ ചങ്ങായി പറഞ്ഞത് ഇന്നഹു ലമിനൻ നാസിഹീൻ എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് നല്ലത് കിട്ടാൻ, ഉപകാരം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് ആദം നബിയെ പറ്റിക്കാൻ ശ്രമിച്ചത്. ഉപ്പാപ്പയായ ആദം നബിനോട് സത്യം ചെയ്തിട്ട് പോലും ചങ്ങായി പറഞ്ഞ ചതി എന്താണെന്നറിയോ? നിങ്ങൾക്ക് നല്ലതെന്തും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്ന കേട്ടോ, എനിക്കൊന്നും ലാഭം കിട്ടാനല്ല എന്ന്. അതും സത്യം ചെയ്തിട്ടാ പറഞ്ഞത്. മാത്രല്ല, സ്വർഗത്ത് നിന്ന് അച്ചങ്ങതിനെ പുറത്താക്കുമ്പോ അള്ളഹാനോട് സത്യം ഇട്ടിട്ട് പറഞ്ഞത് എന്താ പറയാ? നിന്റെ അടിമകളെ മുഴുവൻ 4 ഭാഗത്തൂടെ പോയിട്ട് ഞാൻ പിഴപ്പിച്ചിരിക്കും എന്നാ പറഞ്ഞ. ഇങ്ങനത്തെ ചതി എന്റെ പ്രയോഗത്തിൽ എങ്ങനെയാ നമ്മൾ പെടുക? ഇവൻ ഉപദേശിക്കുമ്പോ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ എങ്ങനെയാ സ്വീകരിക്കുക? എങ്ങനെ സ്വീകരിക്കുക? ഫീ ശർഹിൽ ബുർദ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ഇത് വായിച്ചത്. വഖാലിഫിൻ നഫ്സ വശൈത്വാൻ. കാരണം ഈ അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ് ഈ നമ്മളിപ്പോ ശത്രുത ഒരു ഉപകാരം, ഒരു ഭൗതികമായ ലാഭത്തിന്റെ ശത്രുതയാണത്, അല്ലെ? ഇബ്ലീസിന്റെ ശത്രുത എന്ന് പറയണത് ഒരു ലാഭവും ചങ്ങായിക്ക് കിട്ടാനില്ല, ഒരു ലാഭവും കിട്ടാനില്ല, ഒന്നും കിട്ടാനില്ല. ഇബ്ലീസിന് എന്താ കിട്ടേണ്ടത്? ഇബ്ലീസിന് നമ്മളെ സുബി കളാക്കിയോണ്ട് ഇബ്ലീസിന് ബോണസ് മാർക്ക് കിട്ടോ? വല്ല ഗ്രേഡും കിട്ടോ? SLCക്ക് A+ കിട്ടോ? ഒരാള് ഈമാൻ ഇല്ലാണ്ട് മരിപ്പിച്ചുകൊണ്ട് ഇബ്ലീസിന് എന്ത് കുന്താ കിട്ടേണ്ടത്? എന്താ കിട്ടേണ്ടത്? ഒരു പണം കൊടുത്തിട്ടോ പദവി കൊടുത്തിട്ടോ ഒരു ശത്രുവിനെ കീഴ്പ്പെടുത്താൻ പറ്റുവാണെങ്കിൽ നമുക്ക് പണം വാരി എറിയാം, അല്ലെ? ഇതൊരു വസ്തു കിട്ടാനില്ല, ഒരു വസ്തു കിട്ടാനില്ല, ഒരു വസ്തു കിട്ടാനില്ല. ഇബ്ലീസ് ഒരു 4 ആളെ ഈമാൻ ഇല്ലാണ്ട് മരിപ്പിച്ച് ഇബ്ലീസിന് എന്താ ലാഭം? എന്താ ലാഭം? എന്താ ലാഭം? എന്നാ ഒരു ലാഭമില്ല. അദുവ്വു മുബീൻ. വേറെ ഏതെങ്കിലും ഒരാൾ നമ്മളെ സ്ഥാപനത്തിൽ സ്റ്റേ അല്ലെങ്കിൽ ഷോപ്പ് അനുവദിക്കുന്നില്ല, പണം കൊടുത്തിട്ട് കീഴടക്കാം. അയാൾക്ക് പദവി കൊടുത്തിട്ട് നമുക്ക് സ്റ്റേജും ഇബ്ലീസിന് എന്താ ചെയ്യത്? എന്താ ചെയ്യല്? അത് ഇമാമിങ്ങൾ പറഞ്ഞ കാവലല്ലാതെ വേറെ ഒരു പരിഹാരമില്ല. എല്ലാ കാലത്തേക്കും റമദാനിൽ കെട്ടിയിട്ട ഇബ്ലീസിനെ 11 മാസക്കാലം നമ്മുടെ വക കെട്ടിയിടാൻ നമ്മൾ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. റേഞ്ച് ഇഷ്യൂ ആയിട്ട് ഇപ്പൊ കേൾക്കാലോ അല്ലെ? സ്മൂത്ത് ആയിട്ട് കേൾക്കാലോ അല്ലെ? ക്യാൻ യു പ്രൊസീഡ്? യെസ്.
ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഒന്ന്, ഇബിലീസ് എങ്ങനെയാണ് ഒരു മനുഷ്യനെ ചതിക്കുന്നത്. ഇബിലീസ് എങ്ങനെയാണ് ചതിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇബിലീസിൻ്റെ ഡോർ ഏതാണ്, നമ്മളിലേക്ക് എൻട്രി കിട്ടാൻ ഇബിലീസ് ഉപയോഗിക്കുന്ന ടൂൾസ് ഏതാണ്, ഇത് പഠിക്കണം. രണ്ട്, ഈ ഇബിലീസ് ക്ലോസ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. ഇത് രണ്ടും പഠിച്ച് ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അള്ള കെട്ടിയിട്ട ഇബിലീസിനെ 11 മാസക്കാലവും നമുക്ക് കെട്ടിയിടാൻ പറ്റും, നമുക്ക് കെട്ടിയിടാൻ ശ്രമിക്കാം. ഒന്ന്, ഇബിലീസ് നടത്തുന്ന ചതികൾ എന്തെല്ലാം? ഇബിലീസ് നടത്തുന്ന ചതികൾ നമുക്ക് എണ്ണിപ്പറയുകയാണെങ്കിൽ ടോട്ടൽ ഇബിലീസ് ചതി നടത്തുന്നത് 9 വഴികളിലൂടെ ആയിരിക്കും. അതിലേറെ വഴികളുണ്ട്, നമുക്ക് മനസ്സിലാവുന്ന 9 കാര്യങ്ങൾ പറയാം. നോട്ടുണ്ടോ പോയിന്റ് ഉണ്ടോ എന്ന് പ്രത്യേകം ചോദിക്കുന്നതിന് പകരം നോട്ട് ചെയ്യേണ്ടവരൊക്കെ നോട്ട് ചെയ്യുക. ഒന്ന്, ഇബിലീസ് നടത്തുന്ന ഇബിലീസിന്റെ പ്രവേശന കവാടത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തത് യൻഹ അനി ത്വാഅത്തി. ഇബിലീസിന്റെ ചതിയിലെ കുറേ വഴികളുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഇബിലീസ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം ശരിക്കും ശ്രദ്ധിക്കണം. ഇബിലീസ് ചതിക്കുന്ന രീതിയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഈ പഠിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താ വെച്ചാൽ റമളാനിൽ കെട്ടിയിട്ട് ഇബിലീസിനെ കെട്ടയക്കുമ്പോഴേക്ക് നമ്മളും കെട്ടയിച്ച് പെരുന്നാളിൽ തന്നെ പോകരുത്. എന്നിട്ട് ഈ കെട്ടിയിട്ട് ആ ചങ്ങായിനെ അവിടെ തന്നെ കെട്ടിയിടണം. ഞാൻ നിന്റെ അടിമകളെ മൊത്തം പിഴപ്പിക്കും എന്ന് പറഞ്ഞ ഇബിലീസ് ആ ചങ്ങായി അങ്ങനെ പറഞ്ഞപ്പോൾ അള്ള പറഞ്ഞൊരു വർത്താനുണ്ട്, എൻ്റെ ഇഷ്ടക്കാർ എനിക്ക് തൊടാൻ കഴിയില്ല. ആ ഇഷ്ടക്കാരിൽ അള്ള നമ്മളെ പെടുത്തട്ടെ. വെള്ളിയാഴ്ച രാവിലെ ദുആ ആണ്, അള്ളാഹു നമ്മളെ അള്ളാഹിൻ്റെ ഇഷ്ടക്കാരിൽ പെടുത്തട്ടെ. അതിന് നമ്മൾ ചെയ്യേണ്ട ചതിയുടെ രീതികൾ പഠിക്കണം. ചതിയുടെ രീതിയെ കുറിച്ച് പഠിക്കണം. രണ്ടാമത് പഠിക്കേണ്ടത് ഈ ചങ്ങായി ചതിക്കാൻ വരുന്ന ഡോർ ഏതാണ് എന്ന് പഠിക്കണം. മൂന്നാമത്തത് പഠിക്കേണ്ടത് ഈ ചങ്ങായിയുടെ ഡോറ് ക്ലോസ് ചെയ്യാനും ഈ രീതി തകർക്കാനും നമ്മൾ ചെയ്യേണ്ട പ്രൊട്ടക്ഷൻ എന്താണെന്ന് പഠിക്കണം. ഇത് മൂന്നും പഠിപ്പിക്കാം. ഒന്നാമത്തത് ഇബിലീസ് ചെയ്യുന്ന ഒന്നാമത്തെ ചതിയുടെ രീതി യൻഹ അനി ത്വാഅത്തി, ഇബാദത്തിനെ തടസ്സപ്പെടുത്തും. അത് ചെയ്യണ്ട എന്ന് പറയും. സ്വതക്ക കൊടുക്കണ്ട, തഹജ്ജുദിന് എണീക്കണ്ട, സംഭാവന ചെയ്യണ്ട എന്ന് തോന്നിപ്പിക്കും. ഇതാണ് ഒന്നാമത് മൂപ്പര് ചെയ്യുന്ന രീതി. അത് ചെയ്യണ്ട. സുന്നത്ത് നിസ്കരിക്കണ്ട, കാലുവേദനയില്ലേ, തലവേദനയില്ലേ, ഇങ്ങനെ പറയും. അന്നേരം നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയാം? നമ്മൾ ചെയ്യേണ്ടത് ദുഖൂലി ഇലൽ ജന്നത്തി അവിന്നാരി, ഞാൻ ഒന്നിക്കിൽ സ്വർഗത്തിലെത്തും അല്ലെങ്കിൽ നരകത്തിലെത്തും. ഈ എനിക്ക് തോന്നിയ ഇബാദത്ത് ചെയ്യണ്ടെന്ന് വിചാരിച്ച ഇബാദത്ത് ചെയ്താൽ എനിക്ക് സ്വർഗം കിട്ടും, അതല്ലേ നല്ലത് എന്ന് വിചാരിച്ചിട്ട് ഇബാദത്ത് ചെയ്യാം. ഉദാഹരണം, നാളെ ഉച്ചക്ക് മുമ്പ് ളുഹ നിസ്കരിക്കാൻ നമ്മൾ മുതിരുമ്പോൾ, ഇന്ന് തഹജ്ജുദിന് ഉണരാൻ നമുക്ക് തോന്നുമ്പോൾ എണീക്കണ്ട നിസ്കരിക്കണ്ട എന്ന് തോന്നിപ്പിക്കും. അപ്പം നമുക്ക് തോന്നാം ളുഹ നിസ്കരിച്ചാൽ സ്വർഗം കിട്ടും, ഞാൻ ഒന്നിക്കൽ സ്വർഗത്തിലെത്തും അല്ലെങ്കിൽ നരകത്തിലെത്തും. സ്വർഗത്തിലെത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഈ ഇബാദത്ത് ചെയ്യണ്ടെന്ന് തോന്നിയതിനെ ചെയ്യണം. അങ്ങനെ ഏത് ഇബാദത്ത് ചെയ്യണ്ടെന്ന് ഇബ്ലീസ് തോന്നിപ്പിച്ചാലും സ്വർഗത്തിലെത്താനാണല്ലോ എൻ്റെ ആഗ്രഹം, അങ്ങനെയാണെങ്കിൽ ഇബാദത്ത് ചെയ്യണം. അങ്ങനെ ഇബാദത്ത് ചെയ്യലിനെ തടസ്സപ്പെടുത്തുന്ന ഇബ്ലീസിനെ ബ്ലോക്ക് ചെയ്തിട്ട് ചെയ്യുന്നതിലേക്ക് നമ്മൾ മുന്നോട്ട് വരണം. എൻ്റെ ക്ലാസ് മനസ്സിലാവുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒന്ന് അതാണ്. രണ്ടാമത്തത് ഇബ്ലീസ് ചെയ്യുന്നത് സുമ്മയമുറുബിതഖീരിഹ, അഥവാ നമ്മൾ ഇബാദത്ത് ചെയ്യാൻ വിചാരിച്ച് ഇബാദത്ത് ചെയ്യണമെന്ന് ഉറപ്പിച്ചാൽ ഇബ്ലീസ് പിൻവലിയൂല, ചങ്ങായി തോറ്റുപോവുകയോ ചെയ്യില്ല. മൂപ്പര് എന്താ ചെയ്യുന്നറിയോ? മൂപ്പര് ചെയ്യല് ഈ ചെയ്യാൻ ഇയാൾ ഉറപ്പിച്ച ഇബാദത്തിനെ കുറച്ച് ലേറ്റ് ആക്കാൻ ശ്രമിക്കും.
കൊടുക്കാലോ, 1-ാം തീയതി ആയിട്ടുള്ളൂ, ക്യാഷ് കൊടുക്കാലോ, സ്വതക്ക ചെയ്യാലോ, പിന്നെ കൊടുക്കാലോ, ഓപ്പറേഷൻ്റെ ഡേറ്റിൽ കൊടുത്താൽ പോരെ, പിന്നീട് ചെയ്യാം, പിന്നീട് സംഭാവന ചെയ്യാം, അങ്ങനെ അതൊക്കെ തോന്നും. ഉദാഹരണത്തിന് ഇന്ന് കളക്ഷന് വന്നാൽ ആജിയാരെ സ്വതക്ക ചെയ്യണ്ടെന്നാ തോന്നിപ്പിക്കുക. അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചാൽ റമദാനല്ലേ അടുത്ത ആഴ്ച വരുന്നത്, അന്നേരം കൊടുത്താൽ പോരെ. റമദാനിലേക്കായിട്ട് സ്വതക്ക പിന്തിക്കൽ ഇസ്ലാമിൽ സുന്നത്തൊന്നുമില്ല. റമദാനിൽ സ്വതക്കയിൽ കൂടുതൽ കൂലിയുണ്ട്. പക്ഷെ ഷാബാൻ 29 നാളെ സ്വതക്ക ചെയ്യാതൊന്നും തീരുമാനിക്കണ്ട, ഇന്ന് കൊടുക്കുക, നാളെ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടാവും എന്നറിയില്ല. ഇബ്ലീസിന്റെ രണ്ടാമത്തെ ഒരു ചതിയുടെ രീതിയാണ് കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കാം, സുബി കള്ളായിട്ടൊന്നുമില്ലല്ലോ, ഇശാ നിസ്കരിക്കാം, ബാങ്ക് കൊടുത്തിട്ടല്ലേ ഉള്ളൂ, അങ്ങനെ തോന്നിപ്പിക്കും. ചെയ്യാം എന്ന് തോന്നി. അന്നേരം നമ്മൾ എന്താ അതിന് ചെയ്യേണ്ട മറുപടി എന്നറിയോ? അതിനെന്താ ചെയ്യേണ്ടതെന്നറിയോ? മൗത്തി ഭഗത്തത്തുൻ, അതുവരെ ഞാൻ ജീവിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലാലോ, അതിനങ്ങോട്ട് നല്ല വേ ചെയ്യുന്നല്ലേ, ഞാൻ അപ്പോഴേക്ക് മരിച്ചാലോ എന്ന് വിചാരിക്കുകയാണ് വേണ്ടത്. അപ്പം ഇക്കൊല്ലം തന്നെ ഹജ്ജിന് പോകാം, ഇപ്പം തന്നെ സ്വതക്ക ചെയ്യാം. ഉറപ്പല്ലേ? വൃക്ക മാറ്റി വെക്കുന്ന ഒരാളുടെ വിഷയത്തിൽ ചാലഞ്ച് അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിച്ചു, 1000 കൊടുക്കാം, 10,000 കൊടുക്കാം തീരുമാനിച്ച നമ്മൾ, ചിലപ്പോൾ ആ രോഗി മരിച്ചാലോ, നമ്മൾ മരിച്ചാലോ, ചാൻസ് പോയില്ലേ. മരണം പെട്ടെന്നാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ പിന്നെ ലേറ്റ് ആക്കൽ പരിപാടി ഉണ്ടാവില്ല. അപ്പൊ ബാങ്ക് കൊടുത്ത ഓള് നിസ്കരിക്കാം, വേറെ വർത്താനില്ല. ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കാം, വേറെ വർത്താനില്ല. ഇതാണ് രണ്ടാമത്തെ മറുപടി. മൂന്നാമത്തത് ഇബ്ലീസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. എന്താ പറയുക? ഇബ്ലീസിന്റെ ചങ്ങായിന്റെ ചതി കണ്ടങ്ങള് സുമ്മയ ഉമുറുബിൽ അജില, എന്നാ പിന്നെ വേ ചെയ്തോ തോന്നിപ്പിക്കും. വേഗം ചെയ്തോ അങ്ങനെ തോന്നിപ്പിക്കും. കുറേ ഹത്തോതുക, അങ്ങനെ കുറേ ഹത്തുമോതുക, സ്പീഡിൽ തറാവിസ്കരിക്കാം, സ്പീഡിൽ വേഗം ചെയ്തോ. അന്നേരം നമ്മൾ എന്താ കൊടുക്കേണ്ട മറുപടി? ചെയ്തിട്ട് കാണിച്ചു കൊടുക്കേണ്ടത്. മറുപടി ക്ലിപ്പ് സഹിതം കൊടുക്കൊന്നും വേണ്ടല്ല, നമ്മൾ ചെയ്യണം. എങ്ങനെ? ഖലീലുൽ അമലി ബി ഇത്മാമിൻ. ഷർത്തും ഫർളും സുന്നത്തും ആദാബൊക്കെ മര്യാദകളൊക്കെ പാലിച്ചിട്ട് കുറച്ച് അമല് ചെയ്യലാണ് ഏറ്റവും നല്ലത്. വലാ കസീറുഹു നുക്സാനിൻ, കുറെ കുറവുകൾ ഉണ്ടായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യലല്ല ബെസ്റ്റ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഉറപ്പല്ലേ അത്? കുറേ തെറ്റിച്ചോതിയിട്ട് ഹത്തുമോദിയിട്ട് എന്താ കാര്യം? റുബ്ബ ഖാരീനി അലഅനഹുൽ ഖുർആൻ വരെ ലാനത്ത് ചെയ്യൂലേ? അങ്ങനെയല്ലല്ലോ സംഭവിക്കേണ്ടത്. ഇബ്ലീസിന്റെ ഒരു ചതിയാണ് സ്പീഡിൽ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ അങ്ങനെ ഒരു മറുപടി കർമ്മത്തിലൂടെ കാണിച്ചു കൊടുക്കണം. എല്ലാ ഷർത്തും ഫർളും യോജിച്ച് മര്യാദകളൊക്കെ പാലിച്ചിട്ട് ചെയ്യുന്ന കുറച്ച് കർമ്മങ്ങളാണ് കുറേ എന്തൊക്കെയോ കുറവുകളോടുകൂടി ചെയ്യുന്ന കാര്യത്തിനേക്കാൾ ടോപ്പ്. അപ്പൊ തറാവി ഒന്നും സ്പീഡിൽ നിസ്കരിക്കൂല. ഏതായാലും ചങ്ങായി തറാവി നിസ്കരിക്കും എന്ന് കണ്ടുകൊണ്ടാണ് ഇബ്ലീസ് സ്പീഡിൽ പരിപാടി തുടങ്ങിയത്. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, റമദാനിൽ ഇബ്ലീസിനെ കെട്ടിയിടൂലേ? ഇബ്ലീസിലെ എല്ലാ വിഭാഗത്തിനെയും റമദാനിൽ കെട്ടിയിടുന്നില്ല. ചില വിഭാഗം അവിടെ തന്നെ ഉണ്ട്. അത് പിന്നീട് വേറൊരു വിശദീകരണമാണ്. നമ്മുടെ വിശദീകരണത്തിലേക്ക് തന്നെ പോവാം. നാലാമത്തത് ഇബ്ലീസ് ഉപയോഗിക്കുന്ന അടുത്തൊരു സാധനം ഉണ്ട്. എന്തൊരു ചങ്ങായിന്നറിയോ? കർമ്മം ചെയ്യണ്ടെന്ന് തോന്നിപ്പിക്കും, ചെയ്യണമെന്ന് വിചാരിച്ചാൽ ലേറ്റ് ആക്കാൻ തോന്നിപ്പിക്കും, ലേറ്റ് ആക്കണമെന്ന് വിചാരിച്ചാൽ വേഗം ആക്കാൻ തോന്നിപ്പിക്കും. അതുമില്ല എന്ന് തോന്നിയാൽ മൂപ്പര് എന്തായാലും ഇഖ്ലാസോടെ ചെയ്യുമെന്ന് കണ്ടാലും മൂപ്പര് പിന്നെന്താ ചെയ്യണമെന്ന് അറിയാം. സുമ്മ ബി ഇത്മാമിഹി ലി റിയാഇ, ഞാൻ ചെയ്തല്ലോ എന്നൊരു റിയാഇന്റെ ഒരു തോന്നിച്ചു തരും. ഞാൻ ഇത്രയാൾക്ക് ഈ പ്രാവശ്യം ഇഫ്താർ കൊടുത്തിട്ടുണ്ട്, അൽഹംദുലില്ലാ 36 ആടിനെ അറുത്തിട്ടാണ് ഗ്രാൻഡ് മൗലിദ് നടത്തിയത്. അങ്ങനെ ഭയങ്കര ആദ്യം മൗലിദ് നടത്തണ്ടെന്നാണ് ഇബ്ലീസ് തോന്നിപ്പിച്ചേ, എല്ലാ കൊല്ലം എന്തിനാ ഇങ്ങനെ നടത്തുന്നു. അങ്ങനെയൊക്കെ നടത്തിയ ശേഷം പിന്നെ റിയാ ആയിരിക്കും. ഓ വല്ലാത്ത ചതിയാണ് ഈ ചങ്ങായി. സംഭവം
അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അരിയ യുഫ്സിദുൽ അമലി വയൂജിബുൽ ഇഖാബ വയഫവിത്തു സവാബ. ഈ റിയാ ഞാൻ എന്ന ചിന്ത എനിക്ക് വന്നാൽ എൻ്റെ അമൽ ബാത്തിലാകും, എൻ്റെ കൂലി പോകും, എനിക്ക് ശിക്ഷയാണ് ഉണ്ടാവുക എന്ന പേടിയുണ്ടെങ്കിൽ പിന്നെ ആ റിയ അങ്ങ് പോകും. നമ്മൾ ചെയ്ത നന്മകളൊന്നും നമ്മൾ ഓർമ്മിച്ച് നടക്കരുത്. ഞാൻ സെക്രട്ടറി ആയ കാലത്ത്, ഞാൻ SSFലുള്ള കാലത്ത് അതൊന്നും പറയാൻ നിൽക്കണ്ട, അതൊന്നും നമ്മൾ നിൽക്കണ്ട, അതിൽ പോട്ടെ, അത് നമ്മൾ മനസ്സിൽ നിന്ന് വിടുക, അത് വിടുക, ഒഴിവാക്കുക. അഞ്ചാമത് ഇബ്ലീസ് ചെയ്യുന്ന ഒരു പരിപാടി എന്താ പറയുക? അഞ്ചാമത് ചെയ്യുന്നത്, മൂപ്പര് ചെയ്യുന്ന കർമ്മങ്ങൾ ആരൊക്കെയോ കാണിച്ചിട്ട് ആരെങ്കിലുമൊക്കെ മദ്ഹ് പറയുമ്പോൾ സുഖിക്കുക. യാ റബ്ബേ, 15 ആളുടെ ഇഫ്താറിന് ഒറ്റക്ക് നിങ്ങൾ ഫുഡാക്കിയല്ലോ ഉമ്മ എന്ന് പറയുമ്പോൾ ഒരു സുഖം വേറെ തന്നെ കിട്ടുമല്ല. എൻ്റെ മോനെ, അങ്ങനെ ഒരു സംഭവം ഉജുബിലേക്ക് എത്തിക്കുക, ഉൾനാട്യത്തിലേക്ക് എത്തിക്കുക. അപ്പം നമ്മൾ ചിന്തിക്കുക, അൽ മിന്നത്തു ലില്ലാഹി തആല, ഞാൻ അള്ളഹാനോടല്ലേ മിന്നത്ത് പറയുന്നത്, ഞാൻ അത് ചെയ്തില്ലേ? ആരോടാ പറയണത്? അള്ളഹാനോടല്ലേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിനക്ക് ഈമാനും തൗഫീഖും തന്നോണ്ടല്ലേ മോനെ നീ അത് ചെയ്തത്. എന്നിട്ട് അള്ളഹാനോട് ഇളപ്പിളക്കുക. നീ അള്ളഹാനോട് തള്ളാണോ? ഞാനത് അള്ളഹാനോടല്ലേ പറയുന്നത്, ഞാനത് ചെയ്തില്ലേ? അതിനൊന്നും നിൽക്കണ്ട. ആറാമത്തത് ഇബ്ലീസ് ചെയ്യുന്ന ഒരു ചതിയുണ്ട്. എന്താന്ന് പറയാം? എന്തിനാന്നറിയാം? ഏത് തണുപ്പുണ്ടെങ്കിലും, ഏത് ത്യാഗമുണ്ടെങ്കിലും, എത്ര ദാരിദ്ര്യമാണെങ്കിലും ഞാൻ സ്വതക്കയും തഹജ്ജുസ്കരിക്കും, എത്ര കഷ്ടപ്പാടിൽ ഞാൻ ഇബാദത്ത് ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ ഒരു ചെറിയ വേറെ മോഡൽ റിയാ കൊണ്ടുവരാനാണ്. ആരെങ്കിലുമൊക്കെ മൂപ്പരെ പുകഴ്ത്തിയിട്ടുണ്ടാവും. ഉമ്മാക്ക് എത്ര കയ്യാണ്ടായിനെങ്കിലും ഉസ്താമാർ ഭക്ഷണത്തിന് വരുന്നുണ്ട് എന്ന് കണ്ടാൽ നല്ല ഉഷാറാണ്. അപ്പോൾ വേറെ തന്നെ ഒരു സാധനം വരും. എൻ്റെ ഭാര്യക്ക് ഉസ്താമാർക്ക് ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഭാര്യ എന്നെ കേട്ടിട്ട് അതൊരു സന്തോഷമല്ലേ, അതല്ലേ ആഹ്റത്തിൽ ബാക്കി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു ലെവൽ സാധനം വരും. ഭയങ്കര സാധനം ടൈബിലീസ്, ഭയങ്കര സാധനം. ഒന്നിക്കിൽ റിയാദ് അല്ലെങ്കിൽ ഉജുബ്, ഈ രണ്ടിലൊരു സാധനം പല മോഡലും കൊണ്ടുവരും. ഏറ്റവും ചുരുങ്ങിയത് എന്തെങ്കിലും കൊണ്ടുവരുമെന്നറിയോ? ഏഴാമത്തത് പറയാണ്, ഏറ്റവും ചുരുങ്ങിയത് എന്തെങ്കിലും കൊണ്ടുവരുമെന്നറിയോ? അമലുക്കലായുസിദു ഷഖിയൻ എന്ന് പറഞ്ഞാൽ നീ ഒന്നിക്കൽ പരാജിതനായിരിക്കും, നരകത്തിലെത്തേണ്ട ആളായിരിക്കും, അല്ലേ? നീ ഒന്നിക്കൽ നരകത്തിലെത്തേണ്ട ആളായിരിക്കും, അല്ലേ? അപ്പൊ നീ നരകത്തിലെത്തേണ്ട ആളാണെങ്കിൽ നീ തഹജ്ജുസ്കരിച്ചിട്ട് ഇപ്പം എന്താ കാര്യം? അള്ളാഹിന്റെ കണക്കുള്ളതല്ലേ സംഭവിക്കുള്ളൂ. അതൊക്കെ എടുത്തിട്ട് എന്താ കാര്യം? സംഘടനാ പ്രവർത്തനം നടത്തിയിട്ട് എന്താ കാര്യം? സ്ഥാപനത്തിന് സംഭാവന എടുത്തിട്ട് എന്താ കാര്യം? നീ ഉറപ്പ് നരകത്തിലെത്തേണ്ട ആളല്ലേ? അപ്പൊ ഇതിന്റെ അമലുകൊണ്ട് എന്താ കാര്യം? അല്ലെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷൻ, നീ ഉറപ്പ് സ്വർഗത്തിലെത്തേണ്ട ആളോ, അല്ലേ? അങ്ങനെയെങ്കിൽ പിന്നെ നീ തെറ്റ് ചെയ്താൽ എന്താ പ്രശ്നം? നിന്റെ ഈ ഭാഗത്തോണ്ട് എന്താ കാര്യം? എടാ, ഒന്നിക്കിൽ നീ സ്വർഗത്തിൽ, അപ്പൊ പിന്നെ പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ നരകത്തിൽ നീ പണിയെടുത്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ കാര്യം ഒരു അർദ്ധയുക്തിവാദ ആലോചന ഏഴാമത്തേലേക്ക് എത്തിക്കും. എടാ പൊന്നെ, നീ അതിനെന്താ മരുന്ന് കൊടുക്കേണ്ടതെന്നറിയോ? അലല്ലബ്ദി താഴത്തു സയ്യിദി, എൻ്റെ കടമ എൻ്റെ അള്ള പറഞ്ഞ പോലെ ചെയ്യണം. വക്കത് വഴുത അലഹി, നന്മ ചെയ്യണം എന്ന് അള്ള പറഞ്ഞിട്ടുണ്ട്. വത്തവ അത് അല മസീയത്തി, തെറ്റ് ചെയ്യരുതെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അത്ര തന്നെ. റബ്ബ് എന്താ പറഞ്ഞു അത് ചെയ്യാം. നല്ല ഇതാ സ്വർഗത്തിലെത്തും, അതാണ് പ്രതീക്ഷയാണ് സംഭവിക്കുക. അത്ര തന്നെ. അല്ലാണ്ട് ഞാൻ എന്താവല്, അതിൻ്റെ അപ്പുറം എന്താവല്, അത് നോക്കേണ്ട ഡ്യൂട്ടി നമുക്കില്ല. എല്ലാ ഡ്യൂട്ടി നമ്മൾ തന്നെ ചെയ്യുന്നെങ്കിൽ പിന്നെ അള്ള എന്തിനാ? എന്നോട് പറഞ്ഞത് നിസ്കരിക്കാൻ, ഞാൻ നിസ്കരിക്കുന്നു. നോമ്പെടുക്കുന്നു. ഈ നോമ്പിന് സ്വർഗം കണക്കാക്കലും ടിക്കറ്റ് സ്വർഗത്തിനൊന്നും മുറിക്കലും എൻ്റെ ഡ്യൂട്ടിയല്ല, അത് അള്ളാൻ്റെത്. അത് അള്ള ചെയ്തോളൂ. റിസൾട്ട് നോക്കാൻ പറഞ്ഞിട്ടില്ല. നൂഹ് നബിനോട് പ്രബോധനം നടത്താൻ പറഞ്ഞു, പ്രബോധനം നടത്തി, കുറച്ചാൾ വന്നു. അതുകൊണ്ട് നൂഹ് നബിക്ക് എന്ത് കൂടുതൽ എന്ത് കുറവ്? ഈ 7 ചതിയുടെ രീതിയെ തിരിച്ചറിഞ്ഞ് നെഞ്ചു കൊടുകൂടി ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ വി ഹാവ് സക്സീഡ്, നമ്മൾ വിജയിച്ചു. 7 കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്.
അടുത്തത് 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 ഇബിലീസിന്റെ എൻട്രി ഏതെല്ലാം വഴിയിലൂടെ. ഇതുവരെ പറഞ്ഞത് ഇബിലീസിന്റെ ചതിയുടെ രീതികൾ. 11 മാസക്കാലം അള്ള ഏതായാലും 1 മാസം കെട്ടുവരും, ബാക്കി 11 നമ്മളാണ് കെട്ടേണ്ടത്. അതിന് ചെയ്യേണ്ട കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബിലീസിന്റെ ചതിയുടെ വഴിയാണ് 7 പഠിച്ചത്. ഇനി പറയാൻ പോണത് ഇബിലീസ് നമ്മളിലേക്ക് കടന്നു വരുന്ന ഡോർ ഏതാണ്, എൻട്രി ഏതാണ്, എൻട്രി ഏതാണ്, എൻട്രി ഏതാണ്. ശരിക്കും ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരു കോട്ടയാണ്, ഒരു റൂമാണ്, ഒരു ബെഡ്റൂമാണ്. പിശാച് എങ്ങനെയെങ്കിലും അതിൽ പ്രവേശിക്കും, എങ്ങനെയെങ്കിലും പ്രവേശിക്കും. എൻ്റെ മുഖ്ലിസീങ്ങളായ അടിമകളിൽ നിനക്ക് എൻട്രി ഇല്ല എന്ന് അള്ള പറയുന്നുണ്ട്. അപ്പൊ ലോകത്തെല്ലാവരുടെയും ഹൃദയത്തിൽ ഇബ്ലീസ് ഇല്ല, ചിലരുടെ ഹൃദയത്തിൽ ഇല്ല തന്നെ. അവരാണ് അള്ളാഹിന്റെ ഇഷ്ടക്കാർ. നമ്മൾ ഈ വായിക്കുന്ന കിതാബിന്റെ പേജിന്റെ ഇബാറത്തിന്റെ ഇമാമിങ്ങളുടെ ബർക്കത്തുണ്ട്, ഈ വെള്ളിയാഴ്ച രാവിന്റെ ബർക്കത്തുണ്ട്. അള്ള ഇഷ്ടപ്പെട്ട മുഖ്ലിസീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അതിനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. ഇൽമ പറയുന്ന സ്ഥലത്തുനിന്ന് ദ്വാരുന്നാൽ ദ്വായിന് ഉത്തരവുണ്ട് എന്ന് ഇമാം ഖറാഫി റഹിമുള്ളയുടെ കിതാബിൽ വായിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ള തന്നെ ജാമിയ നുസ്രത്തിലാണ്, SSFന്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ കൗൺസിലിന് വന്നതാണ്. ഇവിടെ അല്ലെങ്കിലേ 100 കണക്കിന് മുത്താലിങ്ങളുണ്ട്, ഇഷ്ടം പോലെ കിതാബുണ്ട്. ആറ്റൂർ ഹുസൈൻ്റെ റൂമിൽ നിന്ന് ഞാൻ ക്ലാസ് എടുക്കണത്. ഈ കിതാബും ഉണ്ട്, ഇൽമിന്റെ അഹലുകാർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ദ്വായിന് ഉത്തരം ഉണ്ടാവും. അള്ളാഹു നമ്മെ ഇബ്ലീസിന് എൻട്രി കിട്ടാത്ത മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഹൃദയം കോട്ടയാണ്, പിശാച് എങ്ങനെയെങ്കിലും പ്രവേശിക്കും. എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത് എന്ന ചിന്തയാണ് ഇബ്ലീസിന് എപ്പോഴും ഉള്ളത്. ഇബ്ലീസിന് കീഴടക്കാൻ നമുക്ക് കഴിയണം, തോൽപ്പിച്ചു വിടണം. ആ ചങ്ങായിനെ തോൽപ്പിച്ചു വിടണം, വാതിലടക്കണം, കാവൽ നിൽക്കണം. അതിന് ഇബ്ലീസ് ചതിക്കുന്ന ഡോർ, ഇവന്റെ കവാടം നമ്മൾ പഠിക്കൽ ഫർള് ഐനാണ്. ഞാൻ ഇത് വായിക്കുന്നത് ഗസാലി ഇമാം റഹിമുള്ളയുടെ ഇഹിയയാണ് വായിക്കുന്നത്. ഏതൊക്കെയാണ് മദാഖിലു ശൈത്താൻ, ഇബ്ലീസ് വരുന്ന കവാട വഴി, ഡോർ ഏതെല്ലാം? 1 അൽ ഗളബു വശഹ്വത്തു. ഇബ്ലീസിന്റെ 1ാമത്തെ ഡോർ ഏതാണെന്ന് വെച്ചാൽ ഗളബാണ്, ദേഷ്യം പിടിക്കല്. ഒരു മനുഷ്യൻ ദേഷ്യം പിടിക്കലോടുകൂടി ബുദ്ധി ഡൗൺ ആവും. ബുദ്ധി ഡൗൺ ആയാൽ ഇബ്ലീസിന്റെ സൈന്യം വേഗം കയറി പറ്റും, ഒറ്റ കയറലായിരിക്കും. ബുദ്ധി ഡൗൺ ആയാൽ ഇബ്ലീസ് ഒറ്റ കയറലായിരിക്കും. അതാണ് സംഭവം. ഈ ദേഷ്യപ്പെടുന്ന സമയത്ത് ഇബ്ലീസ് കയറുന്നതിന്റെ കാരണം എന്നാൽ ബുദ്ധിയല്ല പ്രവർത്തിക്കൽ, ഇവന്റെ വികാര എന്നാ ആ ചെങ്ങായില് വേഗം ഇബ്ലീസിന്റെ സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തിട്ട് ബാലിസ്റ്റിക് മിസൈൽ ആയിട്ട് പൊട്ടും. എന്നാൽ ഇബ്ലീസിന്റെ സൈന്യം വേഗം ഹൃദയത്തിലേക്ക് കയറും, കയറും. അതുകൊണ്ടാണ് ബോളുകൊണ്ട് കുട്ടി കളിക്കുന്ന മാതിരി ദേഷ്യപ്പെടുന്ന സമയത്ത് ഇബ്ലീസ് മനുഷ്യന്മാരെ കൊണ്ട് കളിക്കുന്നത്. ഗ്ലാസ് വലിച്ചെറിയുന്നു, ഭാര്യനെ തൊലാക്കില്ലെന്ന്, അടിക്കുന്നു, ചവിട്ടുന്നു, കുത്തുന്നു, നുള്ളുന്നു. ഞാൻ എൻ്റെ ഇങ്ങനെ പറയണത് ചങ്ങായിക്ക് വർക്ക് ചെയ്യുന്നത് ബുദ്ധിയല്ല. ദേഷ്യം ആവുമ്പോൾ ഇബ്ലീസിന്റെ സൈന്യം വർക്ക് ചെയ്യും. കുട്ടികൾ റിമോട്ട് കൺട്രോളിൽ ബോളും ബാറ്റും ക്രിക്കറ്റും മറ്റേ കാറും ടോയ്സൊക്കെ കളിപ്പിക്കില്ലേ, അതേപോലെ ഇങ്ങനെ കളിക്കും. അതാണ് സംഭവം. ഇങ്ങനെ കളിക്കും. ഇബ്ലീസിന്റെ കയ്യിൽ റിമോട്ട്. എന്നെ ആരൊക്കെ പിടിച്ചു വെച്ചില്ല, എന്നെ കൂടെ പറയിപ്പിക്കണം കണ്ട എന്നതാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് പൊന്നു മക്കളെ, സ്നേഹത്തോടെ പറയാ, ലാ തഗളബ് വലക്കൽ ജന്ന. ദേഷ്യം പിടിക്കാണ്ടിരിക്കുക.
എന്നെ അധികം ദേഷ്യം പിടിപ്പിക്കണ്ട. ഞാൻ പിന്നെ അമാനുസേൻ്റെ ക്ലാസ് ആയിട്ടതിന് ശേഷം ദേഷ്യം അത് വേറെ പൊട്ടൻ്റെ ലീഡർ എന്തെന്നായി പറഞ്ഞു. ദേഷ്യം പിടിക്കരുത്, ആരോടും ദേഷ്യം പിടിക്കരുത്, ദേഷ്യം പിടിക്കരുത്, ദേഷ്യപ്പെടരുത്. ഔലിയാക്കളിൽപ്പെട്ട ചിലർ ഇബ്ലീസിനെ കണ്ടപ്പം ചോദിക്കുന്നുണ്ട്, അരിനി കൈഫ തഗലബു ഇബ്ന ആദം, നീ എങ്ങനെയാ മനുഷ്യന്മാരെ പറ്റിക്കല്? അന്നേരം ഇബ്ലീസ് പറഞ്ഞത്, ആഹുദുഹു ഇന്ദൽ ഗളബി, ദേഷ്യപ്പെടുമ്പോൾ ഞാൻ ഓനെ കയ്യിലെടുക്കുമെന്ന്. ഇതാണ് മെയിൻ സാധനം. ബ്രേക്ക് ആവുന്നോ? ഇപ്പോഴോ? ഇപ്പം ബ്രേക്ക് ആവാൻ സാധ്യതയില്ലല്ലോ. ക്ലാസ് ബ്രേക്ക് ആവുണ്ടോ? ദർ ഇസ് നോ ചാൻസ് ടു ബ്രേക്ക്. ബ്രേക്ക് ഓക്കെ ആണോ? അഥവാ ബ്രേക്ക് ആയാൽ തന്നെ ദേഷ്യം പിടിക്കാൻ പാടില്ല എന്ന് ഇപ്പൊ പറയും. ദേഷ്യം പിടിക്കുകയേ ചെയ്യരുത്, ദേഷ്യം പിടിക്കുക. രണ്ടാമത്തത് ഇബ്ലീസിന്റെ ഡോറിലെ രണ്ടാമത്തത് അൽ ഹസദു, അസൂയ, വൽ ഹിർസു, അലച്ച. ഫമഹ്മാ കാനൽ അബ്ദു ഹരീസൻ അലാ ഷൈഇൻ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരാൾക്ക് അലച്ചുണ്ടെങ്കിൽ അഅ്മാഹു, ഓന ഇബ്ലീസ് അന്ധനാക്കും. വ അസമ്മഹു, ഓനെ ബധിരനാക്കും. ഓൻ പിന്നൊന്നും കേൾക്കൂല, ഒന്നും കേൾക്കൂലോന്. പൈസ 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 എന്ന് വിചാരിച്ചിട്ട് തറാവിയും ഉണ്ടാവില്ല. ടെക്സ്റ്റൈൽ ഷോപ്പ് നിങ്ങൾ കണ്ടിനാ, തറാവിയും ഉണ്ടാവില്ല, റമദാനും ഉണ്ടാവില്ല. കച്ചവടം അലച്ചെന്ന് പറഞ്ഞാൽ കിട്ടണം. ഒരാൾക്ക് അർഹമായ ഒരു കാര്യത്തിനേക്കാൾ എക്സ്ട്രാ കിട്ടണം എന്ന് വിചാരിക്കുന്നതിനാണ് അലച്ചെന്ന് പറയാം. സ്വന്തം ഭാര്യയിൽ ടേസ്റ്റ് ഇല്ലാണ്ട് അന്യ പെണ്ണ്, അന്യ പുരുഷൻ, ഇങ്ങനെ അപ്പോൾ ഓനിക്ക് ഓൻ്റെ ഭാര്യയിൽ അന്ധനായിരിക്കും. ഓൻ്റെ ഭാര്യൻ്റെ സൗന്ദര്യം ഓൻ കാണൂല. ഓനിക്ക് കിട്ടിയ കച്ചവടത്തിൽ ഓനിക്ക് ബർക്കത്ത് തോന്നൂല. ഈ അലച്ചാന്ന് പറയുന്ന ആ സാധനം ഉണ്ടല്ലോ, എത്ര തിന്നാലും മതിയാവാത്ത, എത്ര കിട്ടിയാലും മതി. ശമ്പളം കൂടി അൽഹംദുലില്ലാ, ഇനിയും കൂടി ജസാക്കല്ലാ, ഇനിയും കൂടി ജസാക്കല്ലാഹു ഖൈറൽ ജസാ. കണ്ട ഈ അത് കിട്ടണം, സ്ഥാനം കിട്ടണം, മാനം കിട്ടണം, പൈസ കിട്ടണം. ഈ ആർത്തി നമുക്ക് ഒരാൾക്ക് ഉണ്ടായാൽ ഓൻ വേഗം അന്ധനായിത്തീരും. ഹദീസ് അല്ലേ? ഒന്നിനോടുള്ള ആർത്തി അയാളെ ബധിരനാക്കും. സത്യമൊന്നും കേൾക്കൂല, ഒന്നും കേൾക്കൂല. ഓൻ എന്ത് വയലും കേൾക്കൂല. ഓനിക്ക് വയൽ കേൾക്കാൻ സമയമില്ല. ആർത്തി എന്ന് പറഞ്ഞ ആർത്തി. ഇതാണ് രണ്ടാമത്തെ. ഇബ്ലീസിന് അത് കിട്ടിയാലുണ്ടല്ല, പിന്നെ ഇബ്ലീസ് പൊന്നീച്ച മാറ്റും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. വനൂറുൽ ബസീർ ഹുവല്ലദീ യുഅരിഫു മദാഖിലി ശൈത്വാൻ. ഇബ്ലീസിന്റെ ഡോർ നമുക്ക് കാണണമെങ്കിൽ ഖൽബിൽ പ്രകാശം വേണം. ഈ പ്രകാശം കെടുത്തിക്കളയുന്നതാണ് ആർത്തി, അലച്ച എന്ന് പറയുന്നത്. ഖൽബിന്റെ പ്രകാശം ഡിലീറ്റ് ആവും. ഫൈദ ഗത്താഹു, ഖൽബിന്റെ പ്രകാശം കെട്ടുപോയാൽ, അസൂയയും അലച്ചയും വന്നാൽ പിന്നെ കാണൂല. പിന്നെ ഇബ്ലീസ് കയറിയിട്ട് ഇബ്ലീസ് ഇടപെടും, എത്ര തെറ്റവും ചെയ്യും. അതാണ് പ്രശ്നം. മൂന്നാമത്തത് ഇബ്ലീസിന്റെ ഡോറിൽ അഷബോമിന ത്വാം വൈൻ കാന ഹലാലൻ സ്വാഫിയൻ. ഹലാലാണ്, പ്യുവറാണ്, എന്നാൽ പോലും വയറ് നിറച്ച് ഫുഡ് കഴിക്കുക. ചില ആൾ പറയും ഹലാലാണ് കഴിച്ചോളി. ഹലാലാണെന്ന് ചോദിച്ചാൽ അടിച്ച് കഴിക്കല. ഈ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ വികാരം വർദ്ധിക്കും. വശഹ്വാത്തു അസ്ലിഹത്തു ശൈത്വാൻ. വികാരം വർദ്ധിച്ചു കഴിഞ്ഞാൽ തെറ്റായ കാര്യത്തോടുള്ള ഇഷ്ടം, ഉറങ്ങണം, തിന്നണം, ഭോഗിക്കണം, രസിക്കണം, ഇങ്ങനെ ഒരാൾക്ക് തോന്നിയാൽ അത് ഇബ്ലീസിന്റെ ആയുധമാണ്. ഗസാലി ഇമാം ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്, ഓവർ തിന്നാൽ 6 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഓനിക്ക് അള്ളാഹിനോടുള്ള പേടി മനസ്സിന്ന് പോകും. രണ്ടാമത്തത്,
മനുഷ്യരോടുള്ള റഹ്മത്ത്, കരുണ നഷ്ടപ്പെടും. മനുഷ്യരോടുള്ള കരുണ നഷ്ടപ്പെടും. കാരണം ഓൻ വിചാരിക്കും എല്ലാവരും ഫുഡ് വയറ് നിറച്ച് കഴിച്ചിട്ടാണ് ഉള്ളത്. അപ്പൊ പിന്നെ ആരോടും ഫുഡ് തക്കാഫിൽ ഏറ്റെടുക്കാനും സംഭാവന കൊടുക്കാനും നിൽക്കൂലോ. അതാണ് പ്രശ്നം. രണ്ടാമത്തത് അതാണ് പ്രശ്നം. മൂന്നാമത്തത് ഇബാദത്തിന് ഭയങ്കര തടസ്സമായിരിക്കും. ഭയങ്കര ഒന്ന് മര്യാദയ്ക്ക് സുന്നത്ത് നിസ്കരിക്കൂല, അഥവാ നിസ്കരിക്കുന്ന കിട്ട തന്നെ ഒരു റപ്പായി ഇരുന്നിട്ടെല്ലാം നിസ്കരിച്ച് അങ്ങനെ ഒരു മടിയനാവും. ഇബാദത്തിന് മടിയനായിരിക്കും. നാലാമത്തത് വയല് കേട്ടാലും മനസ്സിൽ തറക്കൂല. നാലാമത്തത് ഓവർ ഫുഡ് കഴിക്കുന്ന ആളുടെ മനസ്സ് കട്ടിയാവുന്നതുകൊണ്ട് വയല് മനസ്സിൽ ഫലിക്കൂല. അഞ്ചാമത്തത് അവൻ വയല് പറഞ്ഞാൽ ആർക്കും ഫലമൊന്നും ഉണ്ടാവില്ല. അടിച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് ആ വയല് പറയണമെങ്കിൽ ഉപദേശം ആർക്കും മനസ്സിൽ തറക്കൂല. ഓനിക്കും കറക്കൂല, ഓൻ പറയുന്നത് ആർക്കും കിട്ടൂല. ഹുസൈലിമാമ ഈ പറഞ്ഞതാ അത്. ആറാമത്തത് വേഗം രോഗം വരും. അയാൾക്ക് വേഗം രോഗിയാവും. ഓവർ ഫുഡ്. ഈ റമദാനിന്റെ ആത്മീയത കിട്ടണമെങ്കിൽ ഹദ്ദാദിമാൻ പറയണ്ടല്ലോ, ഫുഡ് കുറക്കന്നെ വേണം. നമ്മളെ നാട്ടില് എങ്ങനെയും അത് കുറയൂല. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് അത് കൂട്ടും. പിള്ളേർക്കെല്ലാം പിന്നെ കുറച്ച് കടിയെല്ലാം ഉണ്ടെങ്കിൽ ആ പിള്ളേർക്ക് നോമ്പ് കൊടുക്കുന്ന, എന്നിട്ട് ഈ വെല്ലാളെ ഫുള്ള് മാട്ടല്. പിള്ളേരാകെ ഒരു ചിക്കൻ റോളും ഒരു നാരങ്ങ കഷ്ണം ഇതൊന്നും. അതാ സംഭവം. ഓവർ തിന്നരുത് എങ്ങന്മാരോ, ഓവർ തിന്നരുത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയണല്ലോ? മനസ്സിലാണ്. ആരെല്ലോ അതിൻ്റെ അടുക്ക് ക്ലിയർ ഇല്ല എന്നെല്ലാം പറയുന്നുണ്ട്. എങ്ങനെ ക്ലിയർ ഇല്ലാണ്ടിരിക്കാൻ? ക്ലിയർ എല്ലാം ഉണ്ടാവും. മനസ്സിലായി. നാലാമത്തത് ഇബ്ലീസിന്റെ ഡോറിൽ നാലാമത്തത് എന്താണെന്നറിയാം? നാലാമത്തത് ഹുബ്ബു തസയ്യുനി ബിൽ അസാസി വസ്സിയാബി വദ്ദാർ. അങ്ങനെ പറഞ്ഞാൽ മനുഷ്യ ഹൃദയത്തിൽ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ ചങ്ങായി വേഗം മുട്ടിട്ട് വെക്കും. അതങ്ങനെ ഇബ്ലീസിന്റെ ഗസാലിമാമിന്റെ പ്രയോഗം. മനുഷ്യ ഹൃദയത്തിൽ ഒരു കൂട് കെട്ടാൻ കഴിയും എന്ന് കണ്ടാൽ ഒരു മുട്ട ഇട്ട് വെക്കും ഇബ്ലീസ്. മുട്ടിട്ടിട്ട് വെച്ചാൽ പ്രശ്നമില്ലല്ലോ, കുഞ്ഞു വിരിഞ്ഞോളൂ. അവിടെ കുഞ്ഞു വിരിഞ്ഞോളൂ. ഒരാളുടെ ഹൃദയത്തിൽ ഇബ്ലീസിന്റെ കുഞ്ഞുങ്ങൾ വിരിയുന്നുണ്ട് എന്നുള്ളതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഫല യസാലു യദ്ഉഹു ഇലാ ഇമാറത്തി ദാരി വതസയ്യിനി ലി സുഖ്റുഫിഹാ വഹീതാനിഹാ വതൗസിയത്തിൻ എന്ന് പറഞ്ഞാൽ വീട് മൊഞ്ചാക്കണം, വീട് ഭംഗിയാക്കണം, വീട് അത്ര ആക്കണം, അത്ര സ്ക്വയർ ഫീറ്റ്, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, ഡ്രസ്സ് അങ്ങനെ ആക്കണം, 3 ജോഡി എടുക്കണം, 4 ജോഡി, ഇങ്ങനെ ഭംഗിന്ന് പറഞ്ഞ ഫുള്ള് ഇതന്നെ ഇയാളുടെ ജീവിതം തന്നെ. ചില ആള് അങ്ങനെ തന്നെ സംസാരമായിരിക്കും. നമുക്ക് അങ്ങനെ ആക്കിയാലോ, ഇങ്ങനെ ആക്കിയാലോ, അങ്ങനെ ആക്കിയാലോ, ഒരു മന്തി കഴിച്ചിന് മോനെ, എമാതിരി മന്തി. ചില ആളുടെ ജീവിതം തന്നെ പുതിയ റെസ്റ്റോറൻറ്റും പുതിയ ചായയും കണ്ടുപിടിക്കൽ തന്നെ. അതാണ് ഒരു പ്രശ്നം. ഇവര് അന്നേരം ഇബ്ലീസ് ഈ ഡോറിലൂടെ കടന്നാൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുക? ആയുസ് കുറേ ഉണ്ട് എന്ന് തോന്നിപ്പിക്കും. ഇബ്ലീസ് ചെയ്യുന്ന സംഗായിൻ്റെ ചതി. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് പഠിക്കൽ ഫർള് അയിനാന്ന് പറഞ്ഞാൽ ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ ഫർള് അയിന് ഒഴിവാക്കിയതിൻ്റെ ഹറാമിൻ്റെ കുറ്റം കിട്ടൂ. മാട്ടൂൽ മനുഷ്യൻ്റെ ചാപ്റ്റർ, ഇത് ദുബായ് ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന സേവനം ഒരു സൂം ക്ലാസ്സിൽ ഒതുക്കരുതെന്ന എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. ഇത് നമുക്കുള്ളൊരു ഫർള് അയിന് പഠിപ്പിച്ചേരേ. ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാവും എന്നാ പറയണത്. ആയുസ് കുറേ ഉണ്ട് എന്ന് തോന്നുമ്പോഴേ ആയുസ് കുറെ ഉണ്ട് എന്ന ആപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഇൻസ്റ്റാൾ ചെയ്താൽ ഇബ്ലീസിന് പിന്നെ കോസിയാന്ന്. അത് ഇൻസ്റ്റാൾ ചെയ്യാനാണ് ഇബ്ലീസ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ ഇബ്ലീസ് ശ്രമിക്കൽ നമ്മുടെ ഹൃദയത്തിൽ ആയുസ് കുറേ കാലം ഉണ്ട് എന്നുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനാണ്. നാളെ രാവിലെ ICF മുസഫന്റെ ക്ലാസ് വരുന്നുണ്ട്. ആദ്യം കയറി പറ്റിയാൽ അതിൽ കൂടാം ഇൻഷാ അല്ലാഹ്. അതിൽ
നമ്മൾ റമദാനിന് മുമ്പ് ചെയ്യേണ്ട ഒരു പാർട്ട് പറയുന്നുണ്ട്. ഇതേപോലെ ഇബിലീസിനെ കെട്ടിയിടും എന്ന ഒറ്റൊരു പാർട്ടിനെ 1 മണിക്കൂർ വിശദീകരിക്കുന്ന പോലെ വേറൊരു പാർട്ട് വിശദീകരിക്കുന്നുണ്ട്. അവിടെ 2 ക്ലാസ് കൂടി കേൾക്കണം എല്ലാവരും. ഇത് കേട്ട് ആദ്യം ഇത് കേൾക്ക്. പറഞ്ഞു വന്നത്, ആയുസ് കൂടുതൽ ഉണ്ട് എന്നുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, ഇബിലീസിന് പിന്നെ കോസിയാണ്. പിന്നെ അതിൻ്റെ തിരിച്ചു വരാൻ വളരെ ബുദ്ധിമുട്ടാവുന്ന മഹാന്മാർ പറയണത്. ആയുസ് കുറേ ഉണ്ട് എന്ന തോന്നൽ ഒരാൾക്ക് വന്നിട്ട് അയാൾ മുന്നോട്ട് പോയാൽ പിന്നീട് ഈ ദുനിയാവിൻ്റെ ഭംഗി, വസ്ത്രം, ഡ്രസ്സ്, വീട്, മറ്റ് അങ്ങനെ വണ്ടി, പുതിയ വണ്ടി, ബുഗാട്ടി, മറ്റ് ഇങ്ങനെ ഈ സാധനം രസമായി കഴിഞ്ഞാലല്ല പിന്നെ അള്ളാഹുവിൻ്റെ ലോകത്തേക്ക് തിരിച്ചു വരാൻ കുറച്ച് റിസ്ക് ആയിരിക്കുക. വളരെ കുറഞ്ഞ ആൾക്കാരെ തിരിച്ചു വന്നിട്ടുള്ളൂ. ഭയങ്കര പ്രശ്നമാണ്. ചിലപ്പോൾ ഈമാനില്ലാണ്ട് മരിച്ചു പോകാൻ വരെ ആ ഒരു ആപ്പ് വഴി ഓൻ കാരണക്കാരനാവുന്ന ഒസാലിമാമ് ഇഹ്യയിൽ പറയണ്ട. അള്ളാഹു കാക്കട്ടെ. അഞ്ചാമത്തത്, ഇബ്ലീസിന്റെ കവാടത്തിലെ അഞ്ചാമത്തെ പാർട്ട്. ഇബ്ലീസിന്റെ കവാടത്തിൽ 5ാമത്തെ പാർട്ട്, അത്വംഉഫിന്നാസി, ബാക്കിയുള്ളവർക്കുള്ള സാധനത്തിൽ നമുക്ക് ആഗ്രഹം വരിക. ഇത് കിട്ടിയാൽ പിശാജ് ഫുട്ബോൾ കളിക്കും. ഭയങ്കര കളിയായിരിക്കും. ഭയങ്കര കളിയായിരിക്കും. നാട്ടുകാർക്കുള്ളത് എനിക്കും കിട്ടണമെന്ന് വിചാരിക്കുക. അയാളെ ഭാര്യ അങ്ങനെ, അതുകൊണ്ട് എൻ്റെ ഭാര്യ അങ്ങനെയാണ്. അയാൾക്ക് അങ്ങനെ വണ്ടിയുണ്ട്, അങ്ങൾക്ക് അങ്ങനെ ആണ്. അത് കിട്ടണം, ഇത് കിട്ടണം, ഇതെന്നാ ചിന്ത. ഈ രോഗം ഒരാൾക്ക് വന്നാൽ എല്ലാവരും എന്നെ പുകഴ്ത്തണം എന്ന് ചിന്തിക്കും എന്നാണ് ഗസാലിമാൻ പറയുന്നത്. അയാൾക്കിൻ്റെ മോഡേൺ സൈക്കോളജി പറയണം. ഭയങ്കര പ്രശ്നമാണ്. എന്നെ എല്ലാവരും പുകഴ്ത്തണം എന്ന് ചിന്തിക്കും. അത്ര എല്ലാവരും എന്നെ പുകഴ്ത്തണം എന്ന് ചിന്തിക്കും. ആറാമത്തത് അല്ല അജിലത്തു, എന്തിലും എടുത്തു ചാടിയിട്ട് സംസാരിക്കല്. എന്തിലും എടുത്തു ചാടി ഇടപെടുക. എല്ലാവരും കയറി ഇടപെടുക. അത് ഇബ്ലീസിൻ്റെ ഒരു ഡോറാണ്. എല്ലാവരും ഞാൻ ആദ്യം ഇടപെടണം, ഗ്രൂപ്പിൽ ഞാൻ ആദ്യം അയക്കണം, ഞാൻ ആദ്യം പറയണം, ആ തീരുമാനം ഞാൻ പറയണം. ഇങ്ങനെ എല്ലാവരും എടുത്തു ചാടി കളിക്കുക. ഏഴാമത്തത് അൽ ബുഖ്ലു വഫൗഖുൽ ഫഖ്രി, പിശുക്കുണ്ടാവുക, ദാരിദ്ര്യം വരെ ഒന്ന് പേടിക്കുക. ഞാനിപ്പോൾ സംഭാവന കൊടുത്താൽ കൊറിയൻ്റെ പൈസ എന്താക്കൽ, മക്കളെ ചിലവിൻ്റെ പൈസ എന്താക്കൽ, ഞാൻ അങ്ങനെ കൊടുക്കണം ഇങ്ങനെ ചിന്തിക്കുക. യംനഉ മിനൽ ഇൻഫാഖി വത്തസദ്ദുഖി, ആ ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വതക്ക ചെയ്യാൻ കഴിയില്ല. അക്കൗണ്ട് ബാലൻസ്, ഇൻവെസ്റ്റ് ചെയ്യൽ, മറ്റേ ചെയ്യല്ല, സ്ഥലം വാങ്ങി വെക്കൽ, ആട് വാങ്ങൽ, ഇങ്ങനെ വാങ്ങൽ, അത് കൊടുക്കൂല, ഇത് കൊടുക്കൂല, എനിക്കെന്തെങ്കിലും ഉണ്ടാണ്ട്, നമുക്കെന്തെങ്കിലും, ഞാനേറ്റ പെട്ടെന്ന് ഗൾഫ് ക്യാൻസൽ ആയാലോ, എൻ്റെ വീട് ഇങ്ങനെ ആയാലോ, എൻ്റെ ജോലി തീർച്ചയായാലും ഇങ്ങനെ. അതാണ് സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലൈസ ലിശ്ശൈത്വാനി സിലാഹുൻ മിസ്ല ഖൗഫിൽ ഫഖ്രി, ഇബ്ലീസ് ഈ ദുനിയാവിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം എന്താണെന്നറിയാം? ദാരിദ്ര്യം വരുമോ എന്ന് പേടിപ്പിക്കലാണ്. ഏറ്റവും കൂടുതൽ ഈ ഉമ്മത്തിന് വന്നുപോയ രോഗം അതാണ്. തവക്കുലൊക്കെ വെറുതെ ഡയലോഗല്ലേ. എന്ത് തവക്കുല നമുക്കുള്ളത്? പേടി. ഭാര്യൻ്റെ പ്രസവം വരുമ്പോൾ പേടി, വീട് പണിയെടുക്കുമ്പോൾ പേടി, മറ്റേ വരുമ്പോൾ പേടി. എന്ത് പേടി? ആ പൈസ ഇൻവെസ്റ്റ് ഭയങ്കര പേടിയാണ് നമുക്ക്. ദാരിദ്ര്യം വരുമെന്ന് അള്ളാഹ് പറയാം, നിങ്ങളെ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കണേ, ഞാൻ നോക്കിക്കോളാം. ഏത് അള്ളാഹുല നമുക്ക് വിശ്വാസം? ഈ രോഗം ഇബ്ലീസിന് ഒരാളിൽ കുത്തിവെക്കാൻ, ഇൻജെക്റ്റ് ചെയ്യാൻ കിട്ടിയാൽ ഇബ്ലീസ് ജയിച്ചു.
പേടിയാണ് സ്വതക്ക ചെയ്യാൻ, പേടി, ഭയങ്കര പേടിയാണ്. സ്വതക്ക കൊടുത്ത് തീർക്കണ്ടേ, റമദാൻ തീരുന്നവരെ പിന്നെ ഈ സ്വതക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കൊടുക്കുന്നില്ല. അയ്യടാ, നീ ഈ കൊല്ലം റമദാൻ ഫുള്ള് ജീവിക്കുന്ന ആരാ എന്നോട് പറഞ്ഞേ? ഈ ബിലീസിനെ അടവ് കെട്ടിയിടുന്നുള്ളൂ, അസ്രായേലിന് ലീവൊന്നുമില്ല റമദാനില്ല. ആരാ പറഞ്ഞേ? 9 ഇബിലീസിന്റെ ഡോറിൽ 9. ഇപ്പം ഇതൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല, കുറച്ച് പറഞ്ഞാൽ നിർത്തുകയാണ്, അവസാനിപ്പിക്കുകയാണ്, ക്ലാസ് അവസാനിപ്പിക്കാൻ. ഇവിടെ തന്നെ 11:30, നാട്ടിൽ 11:30, കഴിഞ്ഞു 11:40. 9ാമത്തത് സൂഉല്ലി ബിൽ മുസ്ലിമീൻ, എല്ലാരെക്കുറിച്ചും മോശം ചിന്ത, എല്ലാരെക്കുറിച്ചും മോശം ചിന്ത. സോറി, 8ാമത്തത് എല്ലാരെക്കുറിച്ചും മോശം ചിന്ത, എല്ലാരെക്കുറിച്ചും മോശം ചിന്ത ഉണ്ടാവും. എല്ലാരെക്കുറിച്ചും മോശം ചിന്തിക്കും. എല്ലാരെക്കുറിച്ചും മോശം ചിന്തിച്ചാൽ എന്താ പ്രശ്നം? ഗീബത്ത് വരും, മറ്റുള്ള ആളെ നിസ്സാരമാക്കുന്ന നോട്ടം ഉണ്ടാവും, വാക്കുകളിലും ചിന്തയിലും ഹറാമുണ്ടാവും, മോശം ചിന്ത. അതാണ് പ്രശ്നം. ഇതിൽ നമ്മൾ പെടരുത്. ഈ ഡോറ് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കണം. ഒരാളെക്കുറിച്ച് മോശം ചിന്തിച്ചാൽ അയാൾ ഗീബത്ത് പറയാനും ഗീബത്ത് കേൾക്കാനും രസമായിരിക്കും. പിന്നെ അയാളെ നിസ്സാരമായിട്ട് നോക്കലായിരിക്കും. ദാ ഏതെങ്കിലും ഒരു ഡോറ് തുറന്നിട്ടാൽ പേടിക്കണം. ഇങ്ങനെ പറഞ്ഞാൽ വയലപ്പുഴ തീരെ ചങ്ങായിമാരെ സമയമായി, ക്ലാസ് അവസാനിപ്പിക്കേണ്ട സമയം. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ. ഈ ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും കൂടി പറയാൻ വേണ്ടി 11 മാസക്കാലം ഇബ്ലീസിനെ കെട്ടിയിടേണ്ട കാര്യങ്ങൾ. അടുത്തത് ഇതുവരെ വായിച്ചത് ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഉണ്ട്. ഇനി പറയുന്ന 10 കാര്യങ്ങൾ എവിടെയുണ്ട്? അൽ മജാലിസുൽ വാലിയ എന്ന ബുഖാരിയുടെ ശംസുദ്ദീൻ സഫീരി തങ്ങളുടെ വ്യാഖ്യാനത്തിൽ ഉണ്ട്. ഇനി ഒന്നും പറയാൻ സമയമില്ല, സ്പീഡിൽ പറഞ്ഞു പോവാം. 10 കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ ഇബ്ലീസിൽ നിന്ന് കാവലുണ്ടാവും. 1, ഏത് കാര്യം ചെയ്യുമ്പോഴും അൽ ഇസ്തിആദ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണം. ഖുർആൻ ഓതുമ്പോൾ, ദിക്ർ ചൊല്ലുമ്പോൾ, എല്ലാത്തിലും ഔദു അല്ലണം. ചില മഹാന്മാർ പറഞ്ഞു ഏത് കാര്യം ചെയ്താലും ചെയ്ത് കഴിഞ്ഞിട്ടും ചെല്ലണോ. അതിനെ ചെയ്യുന്നതിന് മുമ്പ്, ഖുർആൻ ഓതുന്നതിന് മുമ്പ് ഔദു ഓതണമെന്ന് പറയാൻ കാരണം ഖുർആൻ ഓത്ത് പെട്ടെന്ന് നിർത്താൻ ഇബ്ലീസ് തോന്നിപ്പിക്കും. ബാക്കി ളുഹറിന് ഓതിക്കൂടെ? ഖുർആൻ ഓതിക്കഴിഞ്ഞിട്ട് ഔദു ചെല്ലണമെന്ന് പറയാനുള്ള കാരണം എന്താ? ചില മഹാന്മാരുടെ ഒരു നല്ല രസകരമായ നിലപാടാണ് പറയണത്. അതെന്താ കാരണം? അത് ഇതുവരെ ഓതിയത് വല്ല കിബറായിട്ട് ആരോടൊക്കെ പറയണ്ട, റിയാദ് തോന്നണ്ട, ഉജുബ് തോന്നണ്ട എന്ന് വിചാരിച്ചിട്ട് അവിടെയും ഒരു ഔദു. മനസ്സറിന് ഔദു ഒരാൾ ചൊല്ലിയാൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, അയാളുടെയും ഇബ്ലീസിന്റെ ഇടയിൽ 300 മറകൾ അള്ളാഹു കെട്ടു അത്രേ. 2 എല്ലാവരും ഓക്കെ അല്ലേ? 2 മുഅവ്വിദത്തൈനി നിത്യമാക്കുക. എപ്പോഴും ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. എപ്പോഴും ഓതേണ്ട ചില സ്ഥലങ്ങൾ പറയാം. അതൊന്നും പറയാണ്ട് ഇപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞാലും കുറച്ച് പറയണമല്ലോ. 5 വക്ത് ഫർള് നിസ്കാര ശേഷവും ഫലക്കും നാസ് ഓതൽ സുന്നത്താണ്. എല്ലാ കാലത്തും ഓതണം ഫലക്കും നാസ്. ഉറങ്ങാൻ നേരത്തും വൈകുന്നേരവും രാവിലെയും ഇത് ഓതണം ഇൻഷാ അല്ലാഹ്. വിർദുൽ ലത്തീഫൊക്കെ ചെല്ലുന്നവർക്ക് സിമ്പിളായിട്ട് അത് കിട്ടും. ഫലക്കും നാസ് ഓതിയാൽ പിശാചിൽ നിന്ന് കാവലുണ്ടാവും. ഓനക്ക് ഒരു ഡോറും ഓപ്പൺ ആവില്ല, തുറക്കാൻ കഴിയില്ല, ഏത് ചാവി എടുത്തിട്ടൊന്നും കാര്യമില്ല. 3ാമത്തെ ആയത്തുൽ കുർസി എപ്പോഴും ഓതണം. 3 സ്ഥലത്ത് എന്തായാലും ഓതണം. 1 വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, 2 ബാങ്കിൻ്റെ ഇക്കാമത്തിൻ്റെ ഇടയിൽ, 3 ഉറങ്ങാൻ നേരത്ത്, 4ാമത്തെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഫർള് നിസ്കാര ശേഷം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 3. 4ാമത്തെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന ആളുടെ വീട്ടിൽ തന്നെ ഇബ്ലീസിന് എൻട്രി ഉണ്ടാവില്ല, ഭയങ്കര കോട്ട മതിലായിരിക്കും. അതുകൊണ്ടാണ് സിഹിർ ബാധ ഏറ്റ് എന്ന് കണ്ടാൽ അവിടെ ഓതാൻ നിർദ്ദേശം മഹാന്മാർ കൊടുക്കൽ സൂറത്തുൽ ബഖറയാണ്. സൂറത്തുൽ ബഖറ 4. 5ാമത്തത് സൂറത്തുൽ ബഖറൻ്റെ തന്നെ ലാസ്റ്റുള്ള ആ 285ാമത്തെ ആയത്തിൽ ആമന റസൂൽ, ആ ആയത്ത് ഇടയ്ക്കിടയ്ക്ക് ഓതണം. അത് ഹദ്ദാദ് ചൊല്ലുന്നവർക്ക് കാവലായിട്ടുണ്ടോ. 5.
ആറാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ദിക്ർ ചൊല്ലണം. മഗ്‌രിബിന് ശേഷവും സുബഹിക്ക് ശേഷം എന്തായാലും 10 വീതം ചൊല്ലുന്നുണ്ട്. ശരി. ബിർദുൽ ലത്തീഫിലും നമ്മളത് ചൊല്ലുന്നുണ്ട്, ഹദ്ദാദിലും ചൊല്ലുന്നുണ്ട്. ശരി. 100 തവണ ആരെങ്കിലും ഒരു ദിവസം ആ ദിക്ർ ചൊല്ലിയാൽ കാനത്ത് ലഹു ഹിർസ മിന ശൈത്താൻ, പീശാചിന് ഒരു നിലക്കും പൊട്ടിക്കാൻ പറ്റാത്ത പൂട്ട് സംവിധാനിച്ച മനുഷ്യനായിരിക്കും അയാൾ. ഹിർസം മിന ശൈത്താൻ റസൂലുള്ളാഹി പറയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 100 ചൊല്ലിയ 100 ഈ 11 മാസക്കാലം ഈ ചങ്ങായിനെ കെട്ടിയിടണം. വെറുതെ എങ്ങനെ ഇബ്ലീസിനെ കെട്ടിയിടുമെന്ന് കേട്ടുപോയാൽ പോലെ ഇതെല്ലാം പഠിക്കണം, പറയാൻ സമയമില്ല. 7-മത്തത് ദിക്റുള്ള, എപ്പോഴും ദിക്റില്ലെന്ന ആളാണ്. എപ്പോഴും ദിക്ർ ചിലപ്പോൾ നമുക്ക് നടക്കൂല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നിർദ്ദേശം വന്ന എല്ലാ ദിക്റും ചൊല്ലുക. ടോയ്ലറ്റിൽ പോകുമ്പോൾ വരുമ്പോൾ ബിസ്മില്ലി അങ്ങനെ ഉണ്ടല്ലോ. 8-മത്തത് വുളു, എപ്പോഴും വുളു ഉണ്ടാവും, പരമാവധി സമയത്ത് വുളു ഉണ്ടാവും. 9-മത്തത് നിസ്കാരം, പരമാവധി നിസ്കരിക്കുക, എന്നാൽ തന്നെ ഇബ്ലീസ് ഓടും. 10-മത്തത് അനാവശ്യ സംസാരവും അനാവശ്യ നോട്ടവും അനാവശ്യമായ ഫുഡും മോശം ജനങ്ങളിൽ നിന്നുള്ള ഇടപെടലും, ഈ 4 ഒഴിവാക്കുക. ഈ 4 എണ്ണാണ് ഇബ്ലീസ് ഏറ്റവും കൂടുതൽ നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കുന്ന 4 ഏരിയ. അനാവശ്യ സംസാരം. ഒരാൾ ഇൽമനുസരിച്ചിട്ട് അമല് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ വ്യക്തമായ തെളിവാണ് ഷഹറാൻ ഇമാം ഹാദിൽ ഹാരിയിൽ പറയുന്നത് അനാവശ്യ സംസാരം. അനാവശ്യമായ ഫുള്ള് കഴിച്ചിട്ടുണ്ടാവും, എന്നാലും അണ്ടിപ്പരിപ്പ് പുഡിംഗ് ഇല്ലേ, കസ്റ്റഡ് ഇല്ലേ, ഐസ്ക്രീം ഇല്ലേ, ഇതെന്നെ പരിപാടി. കുറച്ചൊരു കൺട്രോൾ ലൈഫിലേക്ക് കൊണ്ടുവരണം. അനാവശ്യമായ നോട്ടം നിർത്തുക. അങ്ങോട്ട് എന്തിനാ അമ്മ നോക്കും? ഒരു വീട് കയറിയാൽ ഇങ്ങനെ നോക്കുക, നല്ല ഇൻറ്റീരിയർ ആണല്ലോ, അത് നിൽക്കരുത്. വേണ്ടാത്ത ആളുമായിട്ട് കൂട്ടുകൂടരുത്. ഹുസ്നു അൽമജാലിസുൽ വഅലിയയിൽ ഈ ആശയം ഉണ്ട്. ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. പിശാചിനെ കെട്ടിയിട്ടിരിക്കുന്നു. 1 മണിക്കൂറുണ്ട് നമ്മൾ ഇബ്ലീസിനെ കെട്ടിയിട്ട്. ശൈത്താൻ ഏറ്റവും കൂടുതൽ ദേഷ്യം ഈ ക്ലാസ് തന്നെ ആയിരിക്കും. ഓനിക്കെതിരെയാണ് സർവായുധവും നമ്മൾ പുറത്തെടുത്തത്. ഇതിൻ്റെ റെക്കോർഡ് മനുഷ്യൻ്റെ ചാനലിൽ കിട്ടുന്നതുകൊണ്ട് ആവർത്തനം ഉണ്ടാവില്ല. അള്ളാഹു നല്ല നോട്ടൊക്കെ തയ്യാറാക്കിയ കുട്ടികളൊക്കെ ഉണ്ടാവും, അവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ, ബർക്കത്തായിട്ട്. അൽഹംദുലില്ലാ, നല്ലൊരു വിഷയം പൂർത്തിയാക്കി. നാളെ രാവിലെ റമളാനിന് മുമ്പ് നമ്മൾ എന്തായാലും ചെയ്യേണ്ട ഒരു പാർട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്ന ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന മജ്ലിസ് നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആ പരിപാടിയിലേക്ക് പങ്കെടുക്കണം. ദ്വായിന് ഉത്തരമുള്ള ഒരു സമയമായതുകൊണ്ട് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ദ്വാരക്കാം. മാട്ടൂൽ മൻഷ് ദുബായ് ചാപ്റ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്. അവരുടെ ഓഫ്ലൈൻ ഓൺലൈൻ പ്രോഗ്രാമിന് ഞാൻ പലവട്ടം പങ്കെടുത്തതുകൊണ്ട് പറയാണ്. ഒന്നാമത്തെ പ്രത്യേകത, അവരെല്ലാ വിശേഷ മാസങ്ങളുടെയും മുമ്പ് പരിപാടി വെക്കും. ഞാൻ മുമ്പ് ഒരു കിതാബിൽ വായിച്ച ഓർമ്മയുണ്ട്. ഷാബാൻ 15-ൻ്റെ പ്രത്യേകത ഷാബാൻ 15-നല്ല പറയേണ്ടത്, അതിന് മുമ്പ് തന്നെ പഠിക്കണം. അതേപോലെ റമളാനിന് മുമ്പ് റമളാൻ്റെ പ്രത്യേകത പഠിപ്പിക്കും അവർ. ഷാബാൻ്റെ മുമ്പ് ഷാബാൻ്റെ, റജബിൻ്റെ മുമ്പ് റജബ്, റബീഉൽ അവ്വലാകുമ്പോൾ റബീഉൽ അവ്വൽ. അങ്ങനെ ഒരു നല്ലൊരു ആശയം അവർക്കുണ്ട്. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കട്ടെ. മാട്ടൂൽ മൻഷർ റിയാഉൽ മുസ്തഫ മാട്ടൂൽ തങ്ങളുടെ സ്ഥാപനമാണ്. അവിടുത്തെ മുത്തഅല്ലിമീങ്ങളുടെ ഭക്ഷണത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ആയിട്ട് ചെറിയൊരു സംഭാവന നിങ്ങളോട് ചോദിക്കുകയാണ്. റമളാൻ അനുകൂലമായി കിട്ടാൻ നിങ്ങളൊക്കെ നല്ല നിയത്തോടെ ഇന്ത്യൻ്റെ 313 രൂപ, അത്രയേ ഉള്ളൂ. 500, 1000 എന്ന് പറയാനറിയാറ്റോ എഴുതാനോ അറിയാനായിട്ടോ അല്ല, എല്ലാവരും ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടി ഇന്ത്യൻ്റെ 313 രൂപ. ഇപ്പം സുഹൈൽ മാട്ടൂൽ, നമ്മുടെ മാട്ടൂൽ മൻഷൻ്റെ ഒഫീഷ്യൽ നേതാവാണ്. അവരെന്ത് ചെയ്യും, അതിൻ്റെ ഗൂഗിൾ പേ നമ്പറോ മറ്റ് അക്കൗണ്ട് നമ്പറൊക്കെ ഇവിടെ പോസ്റ്റ് ചെയ്യും. എല്ലാവരും ഇതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഭാഗമാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയും, ഞാൻ നേരിട്ട് അവിടുത്തെ സ്റ്റാഫോ അവിടുത്തെ കമ്മിറ്റി അംഗമായിട്ടല്ല, പക്ഷേ അടുത്ത മക്കൾ ഞാൻ 2 ആഴ്ച മുമ്പ് വരെ അവിടുത്തെ ഒരു പ്രോഗ്രാമിന്, ഒരു ഖുർആൻ പ്രഭാഷണത്തിന് പോയിന്. അപ്പോൾ എല്ലാവരും ഇവിടെ ആരെല്ലാം അതിന് സംഭാവന ചെയ്യാമെന്നൊന്നും ചോദിക്കുന്നില്ല. ഇവിടെ അതിൻ്റെ ഒരു അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും കൊടുക്കും. 313 ആരെല്ലാം 10-50 ആൾ ഇവിടെ വന്ന 570 ആളാണ് നിലവിലുള്ളത്. അതിലൊരു 500 ആൾ ചെയ്യാം. ആ 77 നമ്മൾ പെടാണ്ട് അത്രയേ ഉള്ളൂ. കൈതോരട്ടോ, ഇനി ആർക്കും കയ്യിലെങ്കിൽ ബുദ്ധിമുട്ടണ്ടേ. ഇനി അയാൾ 100 രൂപ 200 രൂപ ഒക്കെ ആക്കട്ടോ. 50 50 10 രൂപ എങ്കിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് സംഭാവന ചെയ്യണം. ഞാൻ ഇമാം ഷർമുദബിൽ പറയുന്നുണ്ട്, ചെറുതാന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കരുത്. എല്ലാവരും ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
വെള്ളിയാഴ്ച രാവായോണ്ട് ഒരു 3 ഞായർ സ്വലാത്ത് എല്ലുന്നുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് അതിൻ്റെ ഭാഗമാവണം. എല്ലാവരും, ഞാൻ ആവർത്തിച്ച് പറയുന്നു, അവിടുത്തെ പിന്നെ ചെറിയ മക്കൾ, ജൂനിയർ ദാവ, സീനിയർ ദാവ, ദർസ്, ശരീഅത്ത്, ആ മക്കളൊക്കെ നമുക്ക് നേരിട്ടറിയുന്ന നമ്മുടെ ജില്ലേൻ്റെ ഹൃദയഭാഗത്തുള്ള സ്ഥാപനമല്ലേ. മാട്ടൂൽ തങ്ങൾ നമ്മുടെ എല്ലാം ആയ ആളല്ലേ. ആ 313 രൂപ ചാലഞ്ച് നിങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗമാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 3 സ്വലാത്ത് എല്ലുമ്പോൾ എല്ലാവരും ഇതിൻ്റെ പാർട്ടാവണം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൽ ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുർബ വതുഖ്ളാ ബിഹിൽ ഹവായിജ് വതുനാൽ ബിഹിർ റഗായിബ് വഹസ്നുൽ ഖവാത്തിം വയസ്തസ്ഖൽ ഖമാമു വജ്ഹിൽ കരീം وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم. സുഹൈൽ സാർ ദ്വാരക്കല്ലേ, നമ്മുടെ ജാഫർ കണ്ടവർ RC ഗ്ലോബൽ സെക്രട്ടറി. അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാരും അയക്കൂ, ഇങ്ങ് ബേജാറാണ്ട. റമളാനിന് മുമ്പ് അവർക്കൊക്കെ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. RCയുടെ ഗ്ലോബൽ സെക്രട്ടറി ആയ കലാലയം സെക്രട്ടറി ജാഫർ കണ്ണവരും നമ്മുടെ ഹൃദയമായ സുഹൃത്താണ്. അവരുടെ വാപ്പ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അള്ളാഹു അവരെ ഉപ്പാൻ്റെ ബാക്കൗസ്താൻ്റെ ഖബർ സ്വർഗാക്കട്ടെ, അവരുടെ ദർജ അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. നമ്മൾ പറഞ്ഞ ഇൽമൊക്കെ അവിടത്തേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അക്കൗണ്ടിൻ്റെയോ ഗൂഗിൾ പേയുടെയോ നമ്പർ ആർക്കെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ സുഹൈലൊന്ന് മെയ്ക്കെടുത്ത് സംസാരിക്കുന്നോ? അയക്കാൻ പറ്റുന്നില്ല, ആശങ്കകളൊക്കെ പറയുന്നുണ്ട്. നമ്പർ 9656966489. നിങ്ങൾക്ക് സ്പീഡിൽ പറയാൻ കഴിയും. എഴുതിയെടുക്കുന്നവർക്ക് അതൊന്നും നടക്കൂല ചങ്ങായി. അല്ല, അതിൽ കൊടുത്തിട്ടുണ്ട്. കൊടുക്കുക. ലിമിറ്റ് ഉണ്ടോ? എത്ര അയച്ചാലും കുഴപ്പമില്ല എന്നുള്ള? കുഴപ്പമില്ല. യു റീച്ച്ഡ് പേയ്മെന്റ്